ഹേ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫ്രെയിം ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് മൊബൈൽ ഫോണിൻ്റെ ഫ്രെയിമാണ്. നമ്മൾ നേരെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം ട്രാൻസ്പെറൻറ്റ് മൊബൈൽ ഫോൺ ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇമേജിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു ഇമേജ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് കൈൻ മാസ്റ്റർ എന്ന് പറയും. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കൈൻ മാസ്റ്റർ ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചിഹ്നം ക്ലിക്ക് ചെയ്ത ശേഷം MTA പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇനി നമ്മൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സർക്കിളിൻ്റെ അകത്ത് കൊടുക്കുന്ന മീഡിയ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് കൈൻ മാസ്റ്ററിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഗാലറി കിടക്കുന്നതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ടിക്ക് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വരുത്തേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫ്രെയിമാണ്. അത് വരുത്താനായിട്ട് നമ്മൾ ഈ സർക്കിളിൽ തന്നെ സർക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൊബൈൽ ഫോണിൻ്റെ ഫ്രെയിം സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ വരുത്തുന്നതായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വീഡിയോ വരുത്താനായിട്ട് വീണ്ടും നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് മീഡിയ എടുക്കുക. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിത് കറക്റ്റ് ഇതിൻ്റെ അകത്ത് വരാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് സേവ് ചെയ്യാനായിട്ട് ഈ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സേവ് വീഡിയോ ടു ഗാലറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ HD ആയിട്ടാണോ അതോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലോ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം അത് എക്സ്പോർട്ട് ആവും. അത് എക്സ്പോർട്ട് ആയ ശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.